വെൽക്കം ബാക്ക് ടു ബിസിനസ് പാർക്ക്. നമ്മൾ 2013 ഒരു ഫോർച്യൂണറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്പറായി ഇന്നലെ. നമ്പർ ആക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ പാസ് ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരാളും നമ്മൾ പിന്നെ പുറത്തുനിന്ന് വാഹനങ്ങൾ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട, അതുപോലെ തന്നെ രജിസ്റ്റർ പേർപ്പസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമുക്ക് വളച്ചുകെട്ടില്ലാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് സമയം കൊണ്ട് പറഞ്ഞു തീർക്കാം. നമ്മൾ പുറത്തുനിന്ന് വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമുണ്ട്. അതിപ്പോൾ ഇന്നലെ രജിസ്ട്രേഷന് പോകുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നമുക്കൊരു RC ബുക്ക് ഉണ്ടാവും, RC കാർഡ് ഉണ്ടാവും. ഇത് പുറത്തുനിന്നൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കൊരു RC കാർഡ് ഉണ്ടാവും. ഇതിൽ നമ്മളെ ചേസ് നമ്പറും അതുപോലെ തന്നെ എഞ്ചിൻ നമ്പറും ഉണ്ടാവും. ഇത് വാഹനത്തിന്റെ ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും ആയിട്ട് ടാലി ചെയ്ത് നോക്കൽ നിർബന്ധമാണ്. കാരണം വാഹനങ്ങൾ ചിലപ്പോൾ ആക്സിഡന്റ് ആയിട്ട് എഞ്ചിൻ മാറ്റിയ വാഹനങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ചേസ് മാറ്റിയ വാഹനങ്ങളൊക്കെ ഉണ്ടാവും. ഇത് മനസ്സിലാക്കുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ RCയിലുള്ള ചേസ് നമ്പറും അതുപോലെ തന്നെ എഞ്ചിൻ നമ്പറും ഈക്വൽ ആണോ എന്ന് നോക്കുന്നത്. ഇത് ചില വാഹനങ്ങൾ ചേസ് മാറ്റിയിട്ട് അത് പുതിയതായിട്ട് കൊത്തി വെക്കുന്നതൊക്കെ ഉണ്ട്. അത് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നല്ല എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു അതർ സ്റ്റേറ്റ് വാഹനം കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് NOC ആണ്. പിന്നെ അതിൻ്റെ ഒറിജിനൽ RC ബുക്ക് വേണം, മീൻസ് RCൻ്റെ ആ കാർഡ് വേണം. പിന്നെ വേണ്ടത് നമുക്ക് ഇൻഷുറൻസ്, പിന്നെ ഒരു ആധാർ കാർഡ് 2 കോപ്പി ഫോട്ടോ, പിന്നെ ഒരു 100 രൂപയുടെ മുദ്ര പേപ്പർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എന്ത് വേണ്ടത്, ഒരു വാഹനം അതർ സ്റ്റേറ്റ് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫയൽ ഫോർമാറ്റ്. അപ്പോൾ ഈ ഒരു ഫയൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് NOC എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. NOC നമുക്ക് ഒരു സിംഗിൾ പേപ്പർ ആയിട്ടാണ് സാധാരണ രീതിയിൽ ലഭിക്കുക. ഇതിലൊരു ഫോം 28, 29, 30 എന്ന് പറഞ്ഞിട്ട് 3 ഫോമുകൾ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ടെന്ന് ഇന്നലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അതും എനിക്കൊരു പുതിയ ഇൻഫോർമേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങളിലേക്കും കൂടി പാസ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയത്. ഈ ഒരു ഫോം ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി കളവ് നടത്തിയിട്ടൊക്കെ RC ഓണേഴ്സ് അറിയാതെ NOC എടുക്കുന്ന വാഹനങ്ങളുണ്ട്. അത് അങ്ങനെ വരുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഫോം 28, 29, 30 ഫോമുകൾ ഉണ്ടെങ്കിൽ ഇതിൽ RC ഓണർ സൈൻ ചെയ്യൽ നിർബന്ധമാണ്. ഇത് RC ഓണർ സൈൻ ചെയ്യാതെ ഈ ഒരു ഫോം നമുക്ക് ഒരിക്കലും ലഭിക്കില്ല. അപ്പോൾ ഈ ഒരു ഫോം കൂടി അതിന്റെ കൂടെ നമ്മൾ ചോദിച്ചു വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത്തരം ഇഷ്യൂസ് വന്നിട്ട് പിന്നീട് വണ്ടി തിരിച്ചയക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ഒരിക്കലും നമുക്ക് നേരിടേണ്ടി വരില്ല. RC ഓണർ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഹനം നമ്മൾ എടുത്ത സ്ഥലത്തേക്ക് എത്തിക്കാൻ പറഞ്ഞാൽ നമ്മൾ എത്തിക്കൽ നമ്മുടെ ബാധ്യതയും മാറും. അപ്പൊ ആ ഒരു പ്രശ്നം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. പിന്നീട് ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് വരുമ്പോഴും MVD ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ RCയിലുള്ള ചേസ് നമ്പറും എഞ്ചിൻ നമ്പറും ടാലി ആക്കി നോക്കുന്നുണ്ട്, അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമാണ് അവിടെ കാര്യമായിട്ടൊരു ചെക്കിംഗ് പ്രോസസ്സ് ഉള്ളത്. പിന്നെ ഇതിന് ടാക്സേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഓരോ വാഹനങ്ങൾക്കും അതിന്റെ മോഡൽ റേറ്റ് അനുസരിച്ച്, അതായത് വാഹനം ഇറങ്ങുന്ന സമയത്തുള്ള ഇൻവോയ്സ് റേറ്റ് അനുസരിച്ചിട്ടാണ് ഇതിന്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിപ്പോ ഒരു ലക്ഷറി ലെവൽ വാഹനങ്ങളിലേക്ക് വരുമ്പോൾ, അതായത് 20 ലക്ഷം രൂപയുടെ മേലെ വില വരുന്ന വാഹനങ്ങളിലേക്ക് വരുമ്പോൾ അതിന് 22% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ഓരോ വർഷത്തെ പഴക്കം അനുസരിച്ച് പെർസെൻറ്റേജ് വൈസിലാണ്. ഇപ്പോൾ ഇത് 2013 ഇതിന് വരുന്ന പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 40%. ടാക്സിന്റെ 40% ആണ് ഇതിന് ടാക്സ് ആയിട്ട് എനിക്ക് അടക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ടാക്സ് കാൽക്കുലേഷൻ വരുന്നത്. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ബോഡി, അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ എഞ്ചിൻ റൂമിന്റെ ഒക്കെ ഒരു സെറ്റ് വീഡിയോ തൊട്ട് മുന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. നമ്മൾ 11,30,000 രൂപയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ RC മാറിയ സ്ഥിതിക്ക്, ഇത് കേരളത്തിലേക്ക് രജിസ്റ്റർ ആയ സ്ഥിതിക്ക് കൊണ്ടോട്ടിയിലേക്കാണ് ഇപ്പോൾ ഇത് രജിസ്റ്റർ ആയിട്ടുള്ളത്. RT ഓഫീസ് കൊണ്ടോട്ടിയാണ്. വാഹനം നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ കീശ്ശേരി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ വാഹനം ഉള്ളത്. ഇതിന് ഇന്ന് നമ്പർ ആക്കിയതിന് ശേഷമുള്ള ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് 13,80,000 രൂപയാണ് നമ്മൾ ഇതിന് ആസ്ക് ചെയ്യുന്ന പ്രൈസ്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്, മേജർ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത വാഹനമാണ്. 12ാം മാസം വരെ ഇൻഷുറൻസ് അവൈലബിൾ ആണ്. 10 ലക്ഷം IDB ഉണ്ട്. അപ്പോൾ ഈ വാഹനത്തിന്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള ആളുകൾ തൊട്ട് മുന്നുള്ള വീഡിയോസ് ജസ്റ്റ് ഒന്ന് കാണാം. ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അതിൽ തന്നെ നമ്പറും കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ശുഭദിനം. താങ്ക് യു ഫോർ വാച്ചിങ്.